വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുമ്പോൾ എറണാകുളം പറവൂരിലെ മജ്ലിസ് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നിരവധി ആളുകൾ ആശുപത്രിയിൽ. ഭക്ഷ്യവിഷബാധയാണെന്ന സംശയം 2 കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരാവസ്ഥയിലായ ചെറായി സ്വദേശി ഗീതുവിനെ എറണാകുളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ ഹോട്ടൽ ഉടമകൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഹോട്ടലിന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി മാർട്ടിൻ ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. മാർട്ടിൻ, ഒടുവിൽ നടപടിയെടുത്തിരിക്കുകയാണ് ആശുപത്രി ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോട്ടൽ ഉടമകൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് ഹോട്ടലിന്റെ ലൈസൻസും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗീസ്, ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ട മറ്റൊരു കാര്യം, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറോട് ആരോഗ്യമന്ത്രി ഇതിനോടകം തന്നെ സംഭവത്തിൽ വിശദമായിട്ടുള്ള റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അതായത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വിശദമായ റിപ്പോർട്ട് ഈ സംഭവത്തിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ചീഫ് കുക്ക് ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ പോലീസ് സ്ഥിരീകരിക്കുന്നത് ഇവിടുന്ന് തന്നെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്ന് തന്നെയാണ് പോലീസ് സ്ഥിരീകരിക്കുന്നതെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഔദ്യോഗികമാകണമെങ്കിൽ ഇനി ലാബ് പരിശോധന ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഇവിടെ നിന്നുമാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നുള്ള ഒരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരികയുള്ളൂ. ഇതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിൽ, അതായത് സംസ്ഥാനത്തിൻ്റെ ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും സംസ്ഥാനത്തിൻ്റെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തവർക്കും ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. അതായത് മാള, മണ്ണൂത്തി, തൃശ്ശൂർ എന്നിവിടങ്ങളിലുള്ള പലർക്കും ഇതേ ഹോട്ടലിൽ നിന്നും ഇന്ന് രാവിലെയോടുകൂടി, അതായത് ഇന്ന് പകലോടുകൂടി തന്നെ ഭക്ഷ്യവിഷബാധ ഏറ്റിട്ടുണ്ട്. ഇവർക്കും ഇവിടെ നിന്നുള്ള ഭക്ഷണം കഴിച്ചതിന് ശേഷമാണോ ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടായത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയും അതോ മറ്റേതെങ്കിലും ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട്. ഇത്തരം തെളിവ് ഉൾപ്പെടെയുള്ള ശേഖരിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ, അതായത് ലാബിൻ്റെ പരിശോധനാ റിപ്പോർട്ട് ഉൾപ്പെടെ ലഭിച്ചാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു വിഷയത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ഉണ്ടാകൂ എന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്നും പോലീസ് വിശദീകരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയും നടക്കുന്നുണ്ട്. ഈ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ് ഈ ഔദ്യോഗികമായി ഇവിടെ നിന്ന് തന്നെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നുള്ളത് ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയില്ല. എന്നാൽ ഇവിടെ നിന്നുള്ള കോഴിയിറച്ചിയിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായതെന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് കാരണം അവർ ചൂണ്ടിക്കാണിക്കുന്നത് കോഴിയിറച്ചി കൊണ്ടുള്ള വിഭവങ്ങളിൽ നിന്നാണ്. പ്രധാനമായും അൽഫാം, ഷവായ്, കുഴിമന്തി തുടങ്ങിയ വിഭവങ്ങളിൽ നിന്നുള്ള കോഴിയിറച്ചി കഴിച്ചതിൽ നിന്നുള്ളവർക്കാണ് ഇപ്പോൾ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള നിഗമനം. അതുകൊണ്ട് തന്നെ കോഴിയിറച്ചിയിൽ നിന്നാണ് വിഷവിഷബാധ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പറയാൻ കഴിയുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ള, ഇതേ ഹോട്ടലിൻ്റെ തന്നെ മറ്റൊരു ബ്രാഞ്ചിൽ നിന്നും കഴിഞ്ഞ ദിവസം ചായപ്പൊടിയിൽ നിറം കലർത്തിയൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സംഭവത്തിൽ നിന്നും ഹോട്ടലിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഗീസ്, വ്യക്തമാണ്. പറവൂർ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഹോട്ടൽ ഉടമകൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. ഹോട്ടലിന്റെ ലൈസൻസും ആരോഗ്യവകുപ്പ് സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട്. വിവരങ്ങൾ മാർട്ടിനാണ് നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്നും.